ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്തിട്ട് പിന്നെ അയാൾക്ക് രോഗം വന്നിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് തോന്നുന്ന രൂപത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ കഴിക്കണ ഏതെങ്കിലും ഭക്ഷണത്തിൻ്റെ ഒരു അളവെടുത്താൽ, ഇപ്പോൾ പഞ്ചസാര ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത്ര അധികം പഞ്ചസാര ഒരു മനുഷ്യൻ ദിവസവും കഴിച്ചിട്ട് പിന്നെ അയാൾ ജീവിച്ചിരിക്കണമെങ്കിലല്ലേ ശരിക്കും അത്ഭുതം ഉണ്ടാവേണ്ടിയുള്ളൂ. ഇത് പഞ്ചസാര ഇല്ലാത്ത എന്ത് സംഗതിയാണ് നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ ഫേവറേറ്റ് ഫുഡിൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പഞ്ചസാരയാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക്, ഐസ്ക്രീം, ഈ ജ്യൂസുകൾ, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളിത് പഞ്ചസാരയാണ് തിന്നണത്. ഇപ്പം നിങ്ങൾ ചേന ഉണ്ടല്ലോ, ചേന, അതിൽ കുറച്ച് പാലൊക്കെ ഇട്ടിട്ട് നല്ല പഞ്ചസാര അടിച്ചു നോക്കി, ഭയങ്കര ടേസ്റ്റാവും. ഏത് സാധനവും, കാഞ്ഞിരം വരെ നല്ല പഞ്ചസാര ഇട്ട് കഴിക്കാൻ പറ്റിയ, അത് ഏത് സാധനവും പഞ്ചസാരയും പച്ചപ്പാലും ഉണ്ടെങ്കിൽ അടിച്ച് കയറ്റാൻ പറ്റും എന്നുള്ളൊരു തരത്തിലേക്കാണ് നമ്മുടെ ഒരു സംഗതി പോണത്. ഇത്ര മാത്രം പഞ്ചസാര ഒരു മനുഷ്യൻ കഴിച്ചാൽ എന്തായിരിക്കും ആളുടെ അവസ്ഥ? ഇത്രമാത്രം ഉപ്പ് ഒരാൾ കഴിച്ചാൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ? നമ്മൾ അളവിൽ കവിഞ്ഞ എക്സസീവ് യൂസ് ഓഫ് ഷുഗർ ആൻഡ് സാൾട്ട് എന്നുള്ളത് ശരിക്കും നമ്മൾക്ക് കടന്നു വരുന്നുണ്ട്. വെറുതെ നമ്മൾ ഒരു ദിവസം ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം പഞ്ചസാര ഉപ്പൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് വരുന്ന ഏറെക്കുറെ രോഗങ്ങളുടെയൊക്കെ വഴി നമുക്ക് പിടുത്തം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ബോധം ഉണ്ടാവേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അള്ളാഹ് നൽകിയിട്ടുള്ള ഈ നിഅമത്തുകൾ അത് നിഅമത്തായി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വില അറിയാത്തത്. അത് നിഅമത്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചുറ്റുഭാഗത്തും പരിസരത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ ചില ഉദാഹരണങ്ങൾ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്നത്. അത് അവർക്ക് ഉള്ള പരീക്ഷണം ആയിക്കൊള്ളണമെന്നില്ല, അത് അവർക്കുള്ള ശിക്ഷ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ അത് നമുക്കുള്ള പരീക്ഷണമാണ്. ഇങ്ങനെ ചുറ്റുഭാഗത്തും ആളുകൾ പല നിലക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ആഫിയത്ത് സിഹത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നല്ല നിലക്ക് നശിപ്പിക്കാതെ കൊണ്ടടക്കുകയും അത് അള്ളാൻ്റെ മാർഗത്തിൽ ഇബാദത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുക എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അത് സുബീക്ക് എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടത്, ഇപ്പം നാട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നിനും പറ്റാത്തവരാണ്, ക്ഷീണമുള്ളവരാണ്, അസുഖമുള്ളവരാണ് എല്ലായിടത്തും മുമ്പിലുണ്ടാകുക. ശരിക്കും വേണ്ടത് ഇതില്ലാത്തവരാണ് മുമ്പിൽ ഉണ്ടാവേണ്ടത്. അസുഖം വരുന്നതിന് മുമ്പാണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ശീലം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലോ എന്നാണ് ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കാം. അത് ഇപ്പോൾ ചെയ്യേണ്ടതല്ലല്ലോ. സുന്നത്വം എടുക്കലുണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സുന്നത്വം എടുക്കേണ്ടത്. നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദീനിന് വേണ്ടി ഓടി നടക്കേണ്ടത്. അപ്പോൾ ഈ നിയമത്തുകൾ അള്ളാഹു നമ്മളോട് ചോദിക്കും. ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം, ഞാൻ പറയുന്ന എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്, എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നത് നമ്മളെ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ വരുത്തി വെക്കുന്നതാണെന്നൊന്നും ഞാൻ പറയുന്നത് യാതൊരു അർത്ഥമില്ല. പക്ഷെ അതിന് ചില കാരണങ്ങളായി, അല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന് കാരണമായി, നിമിത്തമായി വർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ദോഷകരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ചാടരുത് എന്നുള്ളത് ഇസ്ലാമിൻ്റെ കൃത്യമായ നിർദ്ദേശമാണ്. സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ വചനം, വലാ തുൽഖു ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളെ തന്നെ വലിച്ചെറിയരുത്. ഇത് നാശമാണ്, നഷ്ടമാണ്, ദോഷമാണ്, അപകടമാണ് എന്ന് അറിഞ്ഞിട്ട് നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ നിഷേധമാണ്, ദീനിനോടുള്ള നിഷേധമാണ്, അള്ളാഹിൻ്റെ അമ്രുകളോടുള്ള ധിക്കാരമോ നന്ദികേടോ ആണ്. അപ്പം നാളെ പരലോകത്ത് അള്ളാഹു ചോദിക്കുമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ കൂട്ടത്തിലുള്ള വിഷയങ്ങൾ നമുക്കറിയാലോ. അൻ ജസദിഹി ഫീമ അബുലാഹു, നമ്മുടെ ശരീരത്തെ പറ്റി അള്ളാഹു ചോദിക്കും. അത് പറഞ്ഞിട്ടേ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. ഫീമ അബുലാഹു, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ നീ ശോഷിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ ദുർബലമാക്കിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നിൻ്റെ ശരീരം ഉപയോഗിച്ച് നീ ഈ ദൗർബല്യത്തിലേക്ക് എത്തിയത് എന്ന് അള്ളാഹു ചോദിക്കും. നിൻ്റെ ശരീരത്തെ നീ എങ്ങനെ ഉപയോഗിച്ചു എന്ന് അള്ളാഹു ചോദിക്കുന്നതാണ്. വേറെ ഒരു രസകരമായ ഒരു ചോദ്യം ഇമാം തുർമുദി ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമത്തി,
അൻ യുഖാല ലഹു, അള്ളാഹു ചോദിക്കുന്നതാണ്, അലം നുസഹി ലക ജിസ്മക് വ നുർവീക മിനൽ മാഇൽ ബാരിദ്, നിന്റെ തടിക്ക് ഞാൻ ആരോഗ്യം നൽകിയില്ലേ. അലം നുസഹി ലക ജിസ്മക്, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ. വ നുർവിയക മിനൽ മാഇൽ ബാരിദ്, പച്ചവെള്ളം കുടിക്കാൻ, അത് ശുദ്ധവെള്ളം നിന്നെ ഞാൻ കുടിപ്പിച്ചില്ലേ. അത് ശുദ്ധമായ വെള്ളം, അവനാൻ്റെ കിണറിന് വെള്ളം കുടിക്കാൻ അവസരം കിട്ടുക എന്നുള്ളതിൻ്റെ വില നമുക്ക് അറിയാഞ്ഞിട്ടാണ്, പുറത്തോടിയും പോയി താമസിക്കാത്തതുകൊണ്ടാണ്. സ്വന്തം മുറ്റത്തുനിന്ന് സ്വന്തം കിണറിൽ നിന്ന് വെള്ളം കുടിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ നിയമത്ത് നമുക്കറിയില്ല. അത് മെട്രോ സിറ്റികളിൽ പോയി നമ്മൾ താമസിക്കണം. ഈ ആരോഗ്യം നിനക്ക് നൽകിയിട്ട് അത് ആ ആരോഗ്യകാലത്ത് നീ എന്തുകൊണ്ട് അതിനെ സൂക്ഷിച്ചില്ല, സംരക്ഷിച്ചില്ല? ആ ആരോഗ്യകാലത്ത് എന്തുകൊണ്ട് നീ റബ്ബിന് വേണ്ടി, റബ്ബിൻ്റെ കാര്യങ്ങളിൽ, ദീനീ കാര്യങ്ങളിൽ, ഇബാദത്തുകളിൽ, അമലുകളിൽ നീ മുഴുകിയില്ല എന്ന് അല്ലാഹു തആല നമ്മളോട് ചോദിക്കുമെന്നാണ്. ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഉറക്കം. നമുക്കൊരു റിതം, നമുക്കൊരു താളമുണ്ട് നമ്മുടെ ജീവിതത്തിന്. ഇപ്പം ഞാനൊരു ആയത്ത് ഓതിയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. രാവും പകലും അല്ലാഹു തആല സൃഷ്ടിച്ചത്, ആ രാവിനും പകലിനും അതിൻ്റേതായ ചില ദൗത്യങ്ങൾ, ചില ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. നമുക്കിത് ഉൾട്ടാണ്. അപ്പം ഇങ്ങനെ ഈ പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളെ കൂടെ അങ്ങനെ ഒരു യാത്ര ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 7:30 ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു, ഇപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റിയ ടൈമല്ല, ഒരു രാത്രി 12 മണിക്ക് ശേഷമാണെങ്കിൽ നോക്കാമെന്നാണ്. അതായത് അവരുടെ ജീവിതം ആരംഭിക്കണത്. ഇപ്പോൾ ഞാൻ ഒരു അബുദാബിയിലൊരു കോൺഫറൻസിന് പോയപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടന്നിട്ട് ഒരു സ്കൂള് അവർ പരിഹാരം കണ്ടെത്തി. അത് പരിഹാരമാണോ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അവർ കണ്ടെത്തിയ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ ഉച്ചക്ക് 12 മണിക്ക് തുടങ്ങുക, 12 മണി മുതൽ 5 മണി വരെയാണ് അവിടുത്തെ സ്കൂൾ ടൈം. അപ്പോൾ നല്ല പ്രൊഡക്റ്റീവാണെന്ന് അവർ പറഞ്ഞത്. മറ്റേ കുട്ടികൾ 7 മണിക്ക് തുടങ്ങിയിട്ട് എല്ലാവരും വന്ന് ബസ്സിൽ ഉറങ്ങുക, ക്ലാസ്സിൽ ഉറങ്ങുക. ഇത് 12 മണിക്ക് ആക്കിയപ്പോൾ കുട്ടികൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെന്നാണ് പറയണത്. ഇത് ഇപ്പോൾ സുബ്ഹി നിസ്കരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി എടുത്തു പോയില്ലേ? അത് കുട്ടികൾ, നമ്മുടെ ഈ വളർന്നു വരുന്ന കുട്ടികളിൽ സുബ്ഹി നിസ്കരിക്കില്ല എന്ന് മാത്രമല്ല, അതൊരു തെറ്റാണെന്നോ അതിൻ്റെ പേരിലൊരു കുറ്റബോധമോ ഒരു മനസ്സാക്ഷിക്കുത്തോ അതൊരു മോശമാണെന്ന് തോന്നുന്ന അവസ്ഥ, അത് പറയാൻ പോലും വകുപ്പില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം തന്നെ മാറി. സുബ്ഹി നിസ്കാരം എന്നുള്ളത് അവരുടെ അജണ്ടയിലില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാനസികമായി എല്ലാ മൂടും നഷ്ടപ്പെടാനുള്ള കാരണം സത്യത്തിൽ സുബ്ഹി ഇല്ലാത്തതാണ്. സുബ്ഹി കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ആരംഭിക്കണമെങ്കിൽ അയാൾക്ക് എല്ലാറ്റിലും ഒരു പോസിറ്റീവായൊരു അപ്രോച്ച് ഉണ്ടാവും. ഏത് കാര്യം ഫ്രഷായിട്ട് ചെയ്യാൻ പറ്റും. റസൂല് പറഞ്ഞതാ, ഫഅസ്ബഹ തൊയ്യിബൻ നഫ്സ് നശീതൻ തൊയ്യിബൻ നഫ്സ്. ഒരാൾ സുബ്ഹി നിസ്കരിച്ചു കൊണ്ടാണ് അയാളുടെ ജീവിതം തുടങ്ങുന്നതെങ്കിൽ അസ്ബഹ നശീതൻ, ഭയങ്കര എനർജറ്റിക് ആയിരിക്കുന്ന, നശാത്ത് ഉണ്ടായിരിക്കും. തൊയ്യിബൻ നഫ്സ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. സുബ്ഹി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഈ കുട്ടികളിങ്ങനെ ഈ ജീവിതത്തിൽ എവിടെയും എത്താത്ത ഡിസപ്പോയിൻമെൻറ്റിൻ്റെയും ഡെസ്പിൻ്റെയും. ഇപ്പോൾ ഒരു കുട്ടീൻ്റെ ഇൻസ്റ്റഗ്രാം ID, അത് ഞാനിപ്പോൾ ഇൻട്രോവേർട്ട് ആണെന്നാണ് കുട്ടീൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇത് ഐ ആം ആൻ ഇൻട്രോവേർട്ട്. അപ്പോൾ ഇൻട്രോവേർട്ടുകൾ സാധാരണ എഴുന്നേറ്റ് നിൽക്കാറില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല, ഞങ്ങൾ പരിപാടിക്ക് മുന്നിൽ പോകാറില്ല. ഇത് ഞങ്ങളൊരു ഇൻട്രോവേർട്ട് തലമുറയാണെന്ന് അവർ സ്വയം ഐക്യ മുന്നണിയായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത്, സുബ്ഹി ഇല്ലാതെയാണ് ഒരാളുടെ ജീവിതം മുന്നോട്ട് പോണതെങ്കിൽ അസ്ബഹ കെസ്ലാനൻ ഖബീസൻ നഫ്സ്. എത്ര ക്ലിയറാണത് നമ്മളെ ജീവിതത്തിൽ. നമ്മളെന്നെ ആലോചിച്ച് നോക്കി, നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കെസ്ലാനാവുന്നതാണ്. ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല, എല്ലാത്തിനോടൊരു മടിയായിരിക്കും. ഖബീസൻ നഫ്സ്, ആകെ ഒരു അത്ര വൃത്തികെട്ട മനസ്സ് വേറെ ഉണ്ടാവില്ല. ഏറ്റവും നേരത്തെ നമ്മൾ കാര്യങ്ങൾ പുലർച്ചെ ചെയ്യുക, അതിലുള്ള ബർക്കത്ത്, അത് യാത്രയെ പറ്റി പറയുന്ന സമയത്തൊക്കെ ആ സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഈ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വജഅൽന നൗമക്കും സുബാത്ത വജഅൽന ലൈല ലിബാസ വജഅൽന നാറ മആശ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കുള്ളൂ. നമുക്കത് മാറ്റാൻ കഴിയില്ല. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു റിതമാണ്.
അത് ലോകത്തിൻ്റെ ഒരു താളമാണ്. അത് ഇനി നമ്മൾ എത്ര നമ്മൾ പകല് ഉറങ്ങിയാലും രാത്രി തന്നെയാണ്. ചിലപ്പോഴൊക്കെ വാശി പിടിച്ച് 1-2 ദിവസമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ രാത്രി ഉറക്കൊഴിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രകൃതിക്ക് വിരുദ്ധമാണ്, മനുഷ്യ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പിന് വിരുദ്ധമാണ്. രാവും പകലും അള്ളാഹു സൃഷ്ടിച്ചത് അതിനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളാത്മകതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉറക്കത്തിന് അള്ളാഹു നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നിരിക്കുന്നു, ലൈലിനെ നിങ്ങൾക്ക് ലിബാസാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓടി നടക്കേണ്ടതും നിങ്ങൾ ഏറ്റവും ലൈവായി നിൽക്കേണ്ടതും നിങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യേണ്ടതും ഒക്കെ പകലിലാണ് എന്ന ഈ ഒരു 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 കോൺസെപ്റ്റിനെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുക. അത് ഭക്ഷണം പോലെ തന്നെയാണ്, കൃത്യസമയത്ത് അത് നമ്മൾ ശീലിപ്പിക്കണം. നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് അധികം വൈകാതെ നമ്മൾ ഉറങ്ങുകയും 7-8 മണിക്കൂർ ഒരു മനുഷ്യൻ സ്വസ്ഥമായി ഉറങ്ങുകയും അത് കഴിഞ്ഞിട്ട് സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദോടു കൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ തഹജ്ജുദ് കിട്ടുന്നു മാത്രമല്ല സുബഹി പോകാതെ കിട്ടുന്നു കൂടി അതിൻ്റെ ഒരു വലിയൊരു നേട്ടമാണ്. ദമ്പതിമാർക്ക് നമ്മൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട ഒരു ശീലമാണത്. ഇത് നിങ്ങളുടെ ഒരു ചലഞ്ച്, ഒരു തഹജ്ജുദ് ചലഞ്ച് നമ്മൾ അവർക്ക് കൊടുക്കണം. റസൂല് പറയുന്നൊരു ഹദീസിൽ കാണാം, റഹിമല്ലാഹു ഇമ്രാൻ, ഭർത്താവിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, കാമമിനൻ നൗമി, അയാൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു, എന്നിട്ട് ഭാര്യയെ ഉണർത്തുന്നു. ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ വെള്ളം, സ്നേഹത്തോടു കൂടി വെള്ളം കുടഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങോട്ട് രണ്ടാളും കൂടി തഹജ്ജുദ് നിസ്കരിക്കുന്നു. നേരെ തിരിച്ചും റഹിമല്ലാഹു ഇമ്രാഅത്തൻ, ഇതെങ്ങനെ ഭർത്താവ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊക്കെ ഭാര്യമാരുടെ ഡ്യൂട്ടി എന്നുള്ളതാണ് അല്ലേ. ഇത്ര മണിക്ക് ഉണർത്തണം എന്ന് പറഞ്ഞിട്ട് ഓരോ ഉറക്കാണ് ഇത്. പിന്നെ ഉണർത്തൽ ഓരോ പണിയാണ്, ഓരോ ഉറക്കാണ്ട് പോയി കിട്ടും ചെയ്യും, നമ്മളാണെങ്കിൽ എണീക്കില്ല. ഇത് രണ്ടു കൂട്ടർക്കും പറ്റണം. ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യേണ്ട ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു മേഖലയല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മൾ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ട സംഭവമല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞത് ഭർത്താവിനെ കുറിച്ചാണ്, പിന്നെ പറഞ്ഞ ഭാര്യയെക്കുറിച്ചാണ്. ഭാര്യ ഇതേമാതിരി ഇങ്ങനെ നമ്മളൊരു തഹജ്ജുദോടു കൂടി എഴുന്നേൽക്കുന്ന സുബ്ഹി ജമാഅത്തോടു കൂടി നമ്മളുടെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു താളത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ രോഗം ഉണ്ടാവില്ല എന്ന് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. രോഗം ഉണ്ടാകുമ്പോഴേക്ക് നിയന്ത്രണം വിട്ടുപോകുന്നൊരവസ്ഥ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്കറിയില്ല. നമുക്കിപ്പോൾ ഒരു ക്യാൻസറാണ്, നമുക്ക് പിന്നെ സ്ട്രോക്കാണ്, നമുക്ക് കാർഡിയാക് അറസ്റ്റാണ്. ഇത്ര കൊല്ലം 10-40 കൊല്ലം 30-35 കൊല്ലം 50-60 കൊല്ലം ഈ എഞ്ചിൻ ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് തേയ്മാനം വരൂലേ? ഏത് മെഷീനറിയാണ്, ഏത് ടൂൾസാണ്, ഏത് എഞ്ചിനാണ് ലോകത്ത് ഇത്ര അധികം നിലനിൽക്കുന്നത്? അപ്പോൾ ഇത് രോഗം എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ മറുവശമാണ്. അതിനെ നിഷേധിക്കുന്നൊരു സമീപനം ഇസ്ലാമിലില്ല. രോഗം വരും തന്നെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കി നിങ്ങൾ, വൈദ മരിള ഫൗദുഹു, അവന് രോഗം വന്നാൽ, അവൾക്ക് രോഗം വന്നാൽ നീ അവളെ സന്ദർശിക്കണം. ഇബ്രാഹിം നബി പറയണില്ലേ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട്, വൈദ മരിൽത്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അള്ളാഹ് എനിക്ക് ശിഫ തരും. അപ്പോൾ രോഗം വരിക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് വരൂല എന്ന് എങ്ങനെയോ ഒരു അന്ധവിശ്വാസം കടന്നുകൂടിയതുകൊണ്ടാണ് നമുക്കിത് ഫേസ് ചെയ്യാൻ പറ്റാത്തത്. വരണം എന്നല്ല ഞാൻ പറഞ്ഞത്, ചോദിച്ചു വാങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു? എന്തുകൊണ്ട് നമ്മളെപ്പറ്റി നമ്മൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ വരാത്തത്? ലോകത്ത് എന്തൊക്കെ അസുഖങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുന്നുണ്ടോ, ലോകത്ത് ആരൊക്കെ മരിക്കുന്നുണ്ടോ, ഇതേപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കേണ്ടി വരും, എനിക്കും ഈ രോഗങ്ങളൊക്കെ എനിക്കും ബാധകമാണ്, അള്ളാഹ് ചിലപ്പോൾ തന്നേക്കാം. ചോദിച്ചു വാങ്ങണ്ട, ഒരു നിലക്കും ചോദിക്കാൻ പാടില്ല, ചോദിച്ചു വാങ്ങാനും പാടില്ല. ഇത് ദീനിങ്ങനെ കൂടിയിട്ട് പഠിച്ചോനെ എന്തെങ്കിലും എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ തന്നാളാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഈമാൻ വഴിതെറ്റി പോകരുത്. വളരെ നിർബന്ധമാണത്. ഇത് പരലോക സ്മൂത്താകാൻ വേണ്ടിയിട്ട് ദുനിയാവിൽ ഞാൻ എന്തു സഹിച്ചോളാം എന്ന് ചോദിക്കരുത്. അത് അതിവാദമാണ്. അത് ഈമാനിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന സംഗതിയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെ സന്ദർശിക്കാൻ പോയ ഒരു സംഭവം ഹദീസിൽ പറയുന്നുണ്ട്.
അയാൾ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു കോഴിക്കുഞ്ഞിൻ്റെ മാതിരി ഇങ്ങനെ ആകെ ചുരുണ്ട് ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണ് ഈ മനുഷ്യൻ, ആകെ പ്രയാസത്തിലാണ്. എന്താണ് അസുഖം എന്ന് ചോദിക്കുന്നതിന് പകരം റസൂൽ അയാളോട് ചോദിച്ചത്, എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് നീ അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അല്ലാഹുമ്മ ഇൻ കുൻത വരിയാൻ ഓർക്കണില്ല, എന്തെങ്കിലും ഒരു കാര്യം നാളെ പരലോകത്തേക്ക് വേണ്ടി എനിക്ക് മുഅദ്ദിബിയ, എനിക്ക് നല്ല ശിക്ഷയും നാളെ പരലോകത്തേക്ക് വേണ്ടി ബാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് അജ്ജിൽ ഹുലീഫ് ദുനിയ എന്നാണ്. അത് ദുനിയാവ് തന്നെ എനിക്ക് ഇങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് തന്നാളാന്നാണ് അള്ളഹാനോട് ഇങ്ങനെ അയാൾ നിരന്തരം ചോദിച്ചിരുന്നു എന്നാണ്. അപ്പോഴാണ് പഠിപ്പിച്ചത് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന. ഇതേ നമ്മൾ പറയാൻ പാടുള്ളൂ, ദുനിയാവിലും ആഖിറത്തിലും നല്ലതേ ചോദിക്കാൻ പാടുള്ളൂ. പക്ഷേ അള്ളാഹു വിശ്വാസികളെ, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച കുറേ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ എന്ന വിഷയത്തിലെ കുറേ കാര്യങ്ങൾ അതിലൊക്കെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. വിശ്വാസികളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ, നല്ലവരാണെങ്കിൽ നമ്മളുടെ ഈമാൻ ശരിയാണോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. സൂറത്തുർ റൂമിൽ 54-ാമത്തെ അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ വശൈബ. നിങ്ങളതിനുള്ള മറുപടി അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വിഷയമാണ് പറഞ്ഞത്. അത് നമുക്ക് അല്ല, എനിക്കറിയില്ല, അറിയോ നിങ്ങൾ പറയും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളമാണ് ഇത്, കൂവത്തും ലോഫും. അതിങ്ങനെ മാറി മാറി നമ്മൾ ലോയിഫായിട്ടാണ് ഹുലിക്കൽ ഇൻസാനും ലോയിഫായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമുക്ക് കൂവത്ത് വരും, ആ കൂവത്തിന് ശേഷം വീണ്ടും ദൗർബല്യം വരും, പിന്നെ നമ്മളത് ലോഫൻ ഷെയ്ബ് വരും. പിന്നെ നമ്മൾ എത്തുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അർദലുൽ ഉമർ എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ്. ലിക്കൈല യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅന്നാണ്. അത് നമുക്ക് എന്താണ് ചെയ്യുന്നത് പറയുന്നത് എന്നറിയാത്ത, അറിവില്ലാത്ത, അറിവ് നഷ്ടപ്പെട്ടു പോകുന്ന, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല, സംഭവിച്ചേക്കാം. നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്ക് സംഭവിച്ചേക്കാം. അത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഞാൻ കുറച്ച് ദുആകൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ആ ദുആയിലൊക്കെ ഈ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട, ആഫിയത്തുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ പരാമർശങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ അദ്കാർ സ്വബാഹിലും അദ്കാർ മസായിലൊക്കെ വരുന്ന വിഷയങ്ങളിൽ അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ. ഈ ബദനി എന്ന് പറഞ്ഞാൽ ശരിക്കും ശരീരം മൊത്തം പെട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് കണ്ണിനും ചെവിക്കും കൂടി ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ, ഒരു പ്രത്യേകമായ പരിഗണന കടന്നു വരികയാണ്. അവിടെ ആഫിയത്ത് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമുക്ക് കാണാം. അതേപോലെ തന്നെ റസൂല് പിന്നെ ഈ അജ്സിൽ നിന്ന്, കെസലിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ്, വീക്ക്നെസ്, ദൗർബല്യം, ശേഷിക്കുറവ്, വൽ കെസിൽ, ഈ ആരോഗ്യം ഉണ്ടെങ്കിലും മടി എന്നുള്ളത് ഒരു വലിയ രോഗം തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ കൂടെ പറയുന്ന മാനസികമോ ആത്മീയമോ ആയ 2 രോഗങ്ങളാണ് ജുബ്ന് വൽ ബുഖൽ. ഈ പേടി വരിക, വെറുതെ പേടി, ഭീരുത്വം വരിക. അതേപോലെ തന്നെ പിശുക്കുന്ന, പൈസ ഉള്ളത് തീർന്നു പോകുക എന്നുള്ള പേടി കൊണ്ട് ചെലവഴിക്കാത്ത അവസ്ഥ വരിക. വൽ ഹറം, വാർദ്ധക്യം, അദാബുൽ ഖബർ. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, ഈ നിഅമത്ത്, എല്ലാ ആരോഗ്യമടക്കമുള്ള എല്ലാ നിഅമത്തുകളും അത് നീങ്ങിപ്പോകുന്നതിനെ, നഷ്ടപ്പെട്ടു പോകുന്നതിനെ കൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള ശരണം തേടുക. വ തഹവ്വുൽ ആഫിയതിക, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആഫിയത്ത് ഇല്ലാതെയായി മാറിയിട്ട് അത് രോഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, തഹവീൽ സംഭവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ തിരിച്ചു വരികയാണ്. പിന്നെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് ആരോഗ്യം കിട്ടണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക. അതേപോലെ മാനസികമായ കുറേ സംഗതികൾ, പ്രശ്നങ്ങൾ, തോന്നലുകൾ, വസ്വാസുകൾ. ഔദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, ഔദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ. എന്താണ് രോഗം എന്ന് എവിടെ നോക്കിയാലും പിടുത്തം കിട്ടില്ല, പക്ഷേ ആള് പല നിലക്കുള്ള പേടിയിലും ബേജാറിലൊക്കെ ആയിരിക്കും. ഇങ്ങനെ മാനസികമായ, ആത്മീയമായ, ശാരീരികമായ പല നിലക്കുള്ള രോഗങ്ങൾ വരാവുന്നതാണ്, വരുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പടച്ചവനോട് കാവലിനെ തേടുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഒരു ഇസ്ലാമികമായ പിന്നെ ഒരു പഠനം,
നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിത രീതികളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെയും ഒക്കെ നടത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഈ ഒരു നോ പറയാൻ നമ്മൾ പഠിക്കണം, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ. ഇന്ന് 5 കല്യാണം ഉണ്ടായിരുന്നു, 5 പോയി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പോവും വേണം. ഇതാ ആക്കഫ് അജിബുഹു. പക്ഷെ 5 ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അത് ഇതിങ്ങനെ പുറത്ത് ഇറങ്ങുമ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവുമ്പോൾ തിന്നല്ലേ ബാക്കി പിന്നെ നോക്കുക, ഇതൊന്നും നമ്മൾ പറയേണ്ട വർത്താനമല്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിന്നെ എന്താണ്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന്, അതിൻ്റെ അളവ് എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അത് നമ്മൾ തന്നെ ശീലിക്കണം. അത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ അതിനെക്കുറിച്ചുള്ള സീരിയസ് ആയ ചർച്ച ഉണ്ടാവണം. ഖുർആനുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടണം, ഇസ്ലാമികമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ദീന് എന്ന് പറയുന്നത് മറ്റ് സ്ഥാപന മതങ്ങൾക്ക് സംഭവിച്ചതുപോലെ അത് ആരാധനകളിൽ, ചില മന്ത്രങ്ങളിൽ, ചില പ്രാർത്ഥനകളിൽ, ചില വഴിപാടുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും നമ്മളെ കണ്ട ആളുകൾക്ക് തോന്നുകയും ചെയ്യരുത്. ദീന് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ട ഒരു വളരെ വ്യവസ്ഥാപിതമായ, സമതുലിതമായ, ബാലൻസ്ഡായ, വളരെ കോംപ്രിഹെൻസീവായ, എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു വലിയ ജീവിത രീതിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലെയും ഇസ്ലാമിനെ കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു വളർച്ചയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ മാറ്റം നമ്മളിന്ന് തുടങ്ങണം. അത് ഒറ്റയടിക്ക് പൂർണ്ണമായി എല്ലാവർക്കും മാറിക്കൊള്ളാൻ കുറേ കാലങ്ങളായി നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായി, നമ്മുടെയൊക്കെ ഒരു കൾച്ചറായി ശീലിച്ചു പോകുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് വൈകി കിട്ടിയ ചില അറിവുകൾ, ഭക്ഷണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ച കുറേ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനി നമ്മളെ മക്കൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ഗൗരവമായ ചില സ്റ്റെപ്പുകൾ, വളരെ സീരിയസ് ആയ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം. നമ്മളെ കുട്ടികൾ പച്ചക്കറി തിന്നണം. ഒരു ഉദാഹരണം നമ്മൾ തീരെ കഴിക്കാത്തൊരു സാധനം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതായത് എന്തൊക്കെയാണോ ശരീരത്തിന് ആവശ്യമുള്ളത് അതൊക്കെ അതിലെല്ലാം പെടും. ഇത് ഇറച്ചിയും മീനും പച്ചക്കറിയൊക്കെ പെടും. പക്ഷേ പച്ചക്കറിയാണ് തീരെ അടുപ്പിക്കാൻ പറ്റാത്തത് എന്നുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും ഒരു കോലത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ പണ്ട് നമ്മൾ തീരെ അടുക്കാത്ത സാധനങ്ങളൊക്കെ ഇപ്പോൾ ആൾക്കാർ ബെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഈ പനിയുള്ളവർക്ക് കൊടുത്തിരുന്ന സാധനമാണ് അല്ല. ഇപ്പോൾ അതിങ്ങനെ വേറെ കോലത്തിലൊക്കെ വരുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് അല്ലേ വരുന്നുണ്ടല്ലോ. എന്ന മാതിരി പച്ചക്കറി ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കോലത്തിൽ കോലം മാറ്റി അതിന് പേരൊക്കെ ഇട്ടിട്ട് കുട്ടിയൊക്കെ ഒരു ഓഫറൊക്കെ കൊടുത്ത് കോംബോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരണം എന്നതാണ് ഞാൻ പിന്നെ ഒരു പറഞ്ഞു വെക്കുന്നത്. ആത്യന്തികമായ ഒരു സംഗതി ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ പറയാൻ ബാക്കിയൊന്നുമില്ല. ചികിത്സ മാത്രമേ ഇത് പറയാൻ ബാക്കി ഉണ്ടാവുള്ളൂ. ചികിത്സയും ദീനിൻ്റെ ഭാഗമാണ്. ഏത് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ മരുന്നൊന്നും കുടിക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അത് തീവ്രവാദമാണ്. ചികിത്സിക്കണം എന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ചികിത്സിക്കുന്നത് ഹലാലായ കാര്യങ്ങൾ കൊണ്ടായിരിക്കണം, ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത്. അതിൽ നിങ്ങൾ എന്ത് പേരിട്ട് എങ്ങനെ വിളിച്ചാലും ലോകത്തുള്ള ചികിത്സാ രീതികൾക്ക് പ്രത്യേകിച്ച് പേരൊന്നും അള്ളാഹു തആല വെച്ചിട്ടില്ല. നമ്മളതിനെ ഈ സയൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മളിട്ട പേരാണ്. അത് ഈ ബയോളജി, കെമിസ്ട്രി, പിന്നെ ഫിസിക്സ് എന്നൊക്കെ പറയണത് ഇൽമ് ലോകത്തൊന്നേ ഉള്ളൂ. അതിനെ നമ്മളെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ മുറിച്ച് പല കാര്യങ്ങളാക്കിയാണ്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഒന്നാക്കുന്ന പരിപാടിക്കാണ് ഇപ്പോൾ പോണത്. ഇത് ഈ എന്താ പറയുക, ഈ ഇൻ്റർ ഡിസിപ്ലിനറി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ പോകണം. എന്തായാലും ചികിത്സ ഹലാലായതാണ്, അതുകൊണ്ട് ഫലമുണ്ട്, ചികിത്സയെക്കുറിച്ച് അറിവുള്ളവരാണ് എങ്കിൽ ആ ചികിത്സ നമ്മൾ ചെയ്യണം. മരുന്ന് കുടിക്കാതിരിക്കൽ, അല്ലെങ്കിൽ മരുന്നിനോടൊരു ഒരു ബഹിഷ്കരണം പ്രഖ്യാപിക്കൽ, ഇതൊന്നും നമ്മളെ രോഗം വന്നാൽ ചികിത്സിക്കണം. ഫതദാവൗ, നമ്മൾ ചികിത്സിക്കുക തന്നെ വേണം എന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അത് കൂടി നമ്മൾ പഠിക്കണം. പിന്നെ ഈ മരുന്നിൻ്റെ അകത്തടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടാണ് ഇത് കഴിക്കാത്തതെങ്കിൽ അതിനേക്കാളും വലുത് നമ്മൾ വേറെ ഫുഡായിട്ട് കഴിക്കുന്നുണ്ട്. ഈ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് തട്ടിപ്പോകാത്ത നമ്മൾ ഏതെങ്കിലും നേരത്തെ ഒരു മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു ഇസ്ലാമിൻ്റെ പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട രോഗം, ആരോഗ്യം, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് പഠിക്കാൻ ആരംഭിച്ചപ്പം അത്
പഠിക്കണമെന്നും പറയണമെന്നും തോന്നിയ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇത് തുറന്നു വെക്കുക, നമ്മൾ ഓരോരുത്തരും പഠിക്കുക. ഇത് ചിലതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്, ഞാൻ മാത്രം നിരീക്ഷിച്ച കാര്യങ്ങളാണ്. സ്വാഭാവികമായ ചില അബദ്ധങ്ങളോ തെറ്റുകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടാവും. കൂടുതൽ നമ്മൾ പഠിക്കുക. എവിടെ തെറ്റ് നിങ്ങൾ സൂചിപ്പിച്ചാലും തിരുത്താൻ ഞാൻ തയ്യാറാണ്, കൂടുതൽ പഠിക്കാനും തയ്യാറാണ്. ഖുർആനിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഓതുവാൻ വേണ്ടി അള്ളാഹു ഒരു ഗ്രന്ഥം ഇറക്കിയെന്നല്ല. ഖുർആനെക്കുറിച്ച് അള്ളാഹു പറയുന്നതിൽ യദ്ദബ്ബറു ആയാത്തിഹി എന്നാണ്, തദബ്ബുറിന് വേണ്ടിയിട്ടാണ്. അഫല യതദബ്ബറൂനൽ ഖുർആൻ എന്നാണ് ചോദിക്കുന്നത്. ഈ ഖുർആനിനെ അതിൻ്റെ പുറം തലങ്ങളിൽ മാത്രം, ബാഹ്യതലത്തിൽ മാത്രം നമ്മൾ സ്പർശിക്കുകയും അതിൻ്റെ അകത്തോട്ട് കയറാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിൻ്റെ അനുയായികൾക്കുള്ള ശീലങ്ങളും വിശേഷണങ്ങളും സ്വഭാവങ്ങളും നമുക്ക് കിട്ടാതെ പോയത്. നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നതും ഡിപ്രഷൻ ഉണ്ടാകുന്നതും നമ്മുടെ വായിൽ നിന്ന് വൃത്തികേടുകൾ വരുന്നതും നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ തെറി വിളിക്കുന്നതും നമ്മൾ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ മറ്റുള്ളവനെ പറ്റി വ്യഭിചാരാരോപണം നടത്തുന്നതുമൊക്കെ ദീന് നമ്മളിൽ ശരിയായി ഖുർആൻ നമ്മളിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് അസൂയ ഉണ്ടാകുന്നത്, നമുക്ക് മറ്റൊരാളോട് വിദ്വേഷം ഉണ്ടാകുന്നത്, ദീനിൻ്റെ പേരിൽ നമുക്ക് പരസ്പരം തല്ലാൻ തോന്നുന്നത്, നമുക്ക് മറ്റൊരാളെപ്പറ്റി ഗീബത്തും നമീമത്തൊക്കെ ഒന്നാം റാങ്കായിരിക്കും, പരീക്ഷയിൽ 100-ൽ 100ആയിരിക്കും, സ്വഭാവത്തിൽ ഫുള്ള് മാർക്കായിരിക്കും, പക്ഷെ മനുഷ്യന്മാരോട് പെരുമാറാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇസ്ലാം പ്രവർത്തിക്കുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഇത് നമ്മളും പടച്ചവനും തമ്മിലുള്ള സംഗതി. വേറെ ആൾക്ക് ബോധ്യപ്പെട്ട് കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ല, വേറെ ആൾ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞുകൊള്ളണമെന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളും പടച്ചവനും തമ്മിൽ നല്ല ടേംസിലായിരിക്കണം എന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തികമായ ഒരു അവസ്ഥ എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ പഠിക്കാനും ഉപയോഗിക്കാനും കഴിയണം. അപ്പോൾ എന്തുകൊണ്ട് QRF-ൽ വീണ്ടും വീണ്ടും വരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു ആംബിയൻസ് തന്നെയാണ്. നമ്മളിങ്ങനെ കേവലം ഒരു വാചക കസർത്തിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ പ്രഭാഷണത്തിൻ്റെയോ വായതിൻ്റെയോ ഒക്കെ അപ്പുറത്ത് നമുക്ക് പരസ്പരം നമുക്കറിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ഖുർആനിലേക്ക് കൂടുതൽ അടുക്കുവാനൊക്കെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് പൊതുവെ നാട്ടിലില്ലാത്ത ചില കാര്യങ്ങളാണ്. ഇത് നിലനിന്ന് പോകണം. ഇത് എനിക്ക് തോന്നുന്നത് വളർച്ച ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ഇന്നത്തെ മാത്രം അവസ്ഥ അറിയില്ല. ഞാൻ മുമ്പ് വന്നതിനേക്കാൾ ആളുകൾ വരുന്നുണ്ട്. ശരിക്കും ഇന്നൊക്കെ കുറേ ചാടിമുട്ടലിൻ്റെയും ചെണ്ടമുട്ടലിൻ്റെ ഒക്കെ ദിവസമായിട്ട് പോലും ആളുകൾ ഇത്രയും സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ കുറേ എണ്ണവും സംഘാടകരുടെ പ്രതീക്ഷയിൽ കവിഞ്ഞ ബാഹുല്യമൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്കുള്ള സമാധാനത്തിൽ എല്ലാവരും സ്വസ്ഥമായി ഇരുന്ന് പഠിക്കാനും മനസ്സിലാക്കാനോ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഹൈർ നിലനിൽക്കണം, ഈ നന്മ നിലനിൽക്കണം, ഈ ഒരു പുണ്യം, ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രാക്ടീസ് അത് മറ്റുള്ളവർക്ക് മാതൃകയാവണം. അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ.